ഇക്കഴിഞ്ഞ ക്രിസ്മസിന് തലേദിവസമാണ് സീരിയൽ താരം സിദ്ധാർത്ഥ് ഓടിച്ച വാഹനമിടിച്ച് ഒരാൾക്ക് പരിക്കേൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ പരിക്കേറ്റ വ്യക്തി മരിക്കുകയും ചെയ്തു. ഗുരുതരമായ പരിക്കായിരുന്നു അയാൾക്ക് സംഭവിച്ചത്. സിദ്ധാർത്ഥിന്റെ വാഹനത്തിന്റെ ഇടിയേറ്റ് മുകളിലേക്ക് തെറിച്ചുപോയ അയാൾ റോഡിലേക്ക് തിരിച്ചു വന്ന് വീണത് രക്തത്തിൽ കുളിച്ചായിരുന്നു. അയാളെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും തയ്യാറാകാതെ അതിന് തയ്യാറായി വന്നവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു സിദ്ധാർത്ഥ് ചെയ്തത്. തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് ദിവസങ്ങൾക്കിപ്പുറം മരണപ്പെട്ടത്. കുറച്ചു കാലമായി ഉപജീവന മാർഗമായി അദ്ദേഹം ലോട്ടറി വിറ്റാണ് കഴിഞ്ഞിരുന്നത്. മറ്റൊരു ജോലിയും ചെയ്യാൻ അയാൾക്ക് നിവൃത്തിയുണ്ടായിരുന്നില്ല. കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലുമാണ് അയാൾ കച്ചവടം ചെയ്തിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവൻ പൊലിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ നിർധനമായ കുടുംബം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്ക് മുകളിലായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തങ്കരാജ്. എന്നാൽ ചികിത്സാ ചെലവിൽ സിദ്ധാർത്ഥിന്റെ കുടുംബം ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റോഡ് സുരക്ഷാ വിദഗ്ധർ തന്നെ സംസാരിക്കുന്നത്. ശോചനമായ അവസ്ഥയാണ് കേരളത്തിലെ പൊതുനിരത്തുകളിൽ മദ്യവും മയക്കുമരുന്നിനും അടിമകളായ ചെറുപ്പക്കാർ പലരും ചെയ്തു കൂട്ടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ചെക്കിംഗ് നിർബന്ധമാണ്. പക്ഷേ നമ്മുടെ റോഡുകളിൽ പരിശോധന കർശനമല്ല എന്നാണ് മിക്ക ആളുകളും അഭിപ്രായപ്പെടുന്നത്. സിദ്ധാർത്ഥ് മദ്യപിച്ച് ബോധമില്ലാതെ ഇത്തരമൊരു രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ എല്ലാം നഷ്ടമായത് ആ പാവപ്പെട്ടയാളുടെ കുടുംബത്തിന് മാത്രമാണ്. പോലീസ് പിടികൂടി മണിക്കൂറുകൾക്കിപ്പുറം തന്നെ ആരോഗ്യ പരിശോധനയും പൂർത്തിയാക്കി ജാമ്യം നേടി സിദ്ധാർത്ഥ് പുറത്തേക്ക് പോയി. എന്നാൽ അയാൾ അവിടെ ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുകയായിരുന്നു. ലോട്ടറി വിറ്റുകിട്ടുന്ന തുച്ഛമായ കാശായിരുന്നു അയാളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ആ മരണത്തോടെ പുതുവർഷത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ കൂടിയാണ് തകിടം മറിഞ്ഞത്. മരണശേഷം തങ്കരാജിന്റെ കുടുംബത്തെ കാണുവാനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശ്വാസമായി എന്തെങ്കിലും നൽകുവാനോ സിദ്ധാർത്ഥും കുടുംബവും ഇടപെട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. വലിയ കുഴപ്പത്തിലേക്കാണ് സിദ്ധാർത്ഥ് ഇതോടെ പോവുകയും ചെയ്യുന്നത്. സുപ്രീം കോടതിയുടെ റൂൾ അനുസരിച്ച് ഡ്രൈവറിന്റെ അനാസ്ഥ മൂലം ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്. ഇൻഷുറൻസ് കമ്പനി പിന്മാറുന്ന സാഹചര്യത്തിൽ ഉറപ്പായും സിദ്ധാർത്ഥാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. ഇത്തരം സാഹചര്യങ്ങളിൽ വലിയ വിവാദവും കൂടി ആയതിനാൽ തന്നെ ഇൻഷുറൻസ് കമ്പനി ഒഴിവാകാൻ നിരവധി കാരണങ്ങൾ നിരത്തുകയും ചെയ്യും. അവർക്ക് അത് ഈസിയുമാണ്. ഇത് മനഃപൂർവ്വമായ നരഹത്യയായി തന്നെ പരിഗണിക്കണം എന്നാണ് റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്ര നാരായൺ പറയുന്നത്. മദ്യപിച്ചു കഴിഞ്ഞാൽ സ്വബോധം നഷ്ടപ്പെടും. അത്രയും സ്വബോധം നഷ്ടമായ അവസ്ഥയിലായിരുന്നു സിദ്ധാർത്ഥ്. അത് ആ സംഭവത്തിന്റെ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലാക്കാനും സാധിക്കും. ഉറപ്പായും അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിടേണ്ട കേസ് തന്നെയായിരുന്നു ചുമത്തേണ്ടത്. കാരണം ഗുരുതരമായ വിഷയമാണ് സിദ്ധാർത്ഥ് ചെയ്തത് എന്നും അദ്ദേഹം ചാനലിൽ സംസാരിക്കവേ പറഞ്ഞിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ജാമ്യം നേടി പുറത്തേക്ക് പോവുകയായിരുന്നു അയാൾ ചെയ്തത്. അതിനുശേഷം ഇയാളുടെ മരണം സംഭവിച്ചിട്ടും സിദ്ധാർത്ഥ് എവിടെയാണെന്ന് ആർക്കും കണ്ടെത്താനായിട്ടില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.